എൻ്റെ പേര് ആമിന. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ മുന്നേ പഞ്ചായത്തിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്രഡിറ്റഡ് എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കോർ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ എന്നുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്തു. ആദ്യം തന്നെ ഞാൻ അതിലേക്ക് സെർച്ച് ചെയ്തപ്പോൾ പിൻ മോഡലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ ലിങ്ക്ഡിൻ ത്രൂ കണക്ട് ചെയ്തപ്പോൾ അവർ കൂടുതലും സജസ്റ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായ പ്രീവിയസ് സ്റ്റുഡൻസ് കണക്ട് ചെയ്തപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് മനസ്സിലായി. എനിക്കും പേഴ്സണലി മനസ്സിലായതും പിന്നെ ഈ മോഡലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരോട് കണക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞതും ഒരുപാട് സോഫ്റ്റ്വെയർ പഠിക്കുന്നതിലും ഒരു സ്പെസിഫിക് വേണ്ടത് മാത്രമായിട്ടുള്ള കോറായിട്ടുള്ളത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പം ക്ലാസ് കഴിഞ്ഞപ്പം അത് തന്നെയാണ് തോന്നിയത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് കൂടുതൽ ഡീപ്പായി പോകുന്നതായിരിക്കും നല്ലത്. കുറേ സോഫ്റ്റ്വെയർ അറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലായിരിക്കുമല്ലോ. അപ്പം അതിലേക്ക് ഒന്ന് ഡെപ്തായി പഠിക്കാൻ സിംപ്ലി ബെറ്റർ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഒന്ന് സിലബസ് ആണ്. ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ്, ആ ഒരു ജനറൽ ആയിട്ടുള്ളത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സാംസ് ഉണ്ട്, മാനേജറൽ സെഷൻസ്, ഒരു മോക്കപ്പ് പോലെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടൊരു ഫൈനൽ മോക്കപ്പ്. അതെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നമ്മളെങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പെട്ടെന്ന് ഒരു കോഴ്സ് കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഫ്രഷറായിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമുക്കതൊരു ബൂസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ്, ടെക്നിക്കലായിട്ടും നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതും ആ ഒരു ആൻസർ ചെയ്യാനുള്ളൊരു സ്ട്രക്ചറും അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് എങ്ങനെ ഇന്റർവ്യൂ ഡീൽ ചെയ്യണം എന്നുള്ളത് ടെക്നിക്കലി ആണെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ് സ്കിൽ ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Satisfied with that.